ഹായ്, വെൽക്കം ടു റിഷാസ് ഡ്രീംസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്മയും സമാധാനവും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. അപ്പം ഇന്നലെ തിരുവോണമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഓണസദ്യയൊക്കെ ഉണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ഉത്രാട ദിവസമാണ്. ഉത്രാട ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഞാനും മുരളിയേട്ടനും കൂടെ അമ്മയുടെ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. അമ്മയുടെ പുതിയ ഫ്ലാറ്റിലെ ആദ്യത്തെ ഓണമല്ലേ, അപ്പം ഉത്രാടത്തിൻ്റെ അന്ന് അവിടെ വരാനായിട്ട് അമ്മ പറഞ്ഞു. അപ്പം എൻ്റെ ഇത് നേരത്തെ ഒരു പഴയ സാരിയാണ് കേട്ടോ. അപ്പം സാരിയൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് റെഡിയായി. എനിക്കിങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നന്നായിട്ടൊന്ന് ഒരുങ്ങുന്നത് ഇഷ്ടമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഇങ്ങനെ കൂറായിട്ട് പോവും, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഒരുങ്ങും. ഇടയ്ക്ക് ഒക്കെ അങ്ങനെയാണ് എപ്പോഴും, മിക്കപ്പോഴും അങ്ങനെയാണ്. നന്നായിട്ട് ഒരുങ്ങാനായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സിനിമയൊക്കെ കണ്ട് വരുമ്പോഴാണ് മുള്ളിയെടുത്ത് നിങ്ങൾ കമ്മലിട്ടില്ലേ. ഞാൻ ജസ്റ്റ് നോർമൽ ഡ്രസ്സ് ചെയ്ത് അങ്ങ് കണ്ണാടി വെച്ച് പോയി, കമ്മലേ ഇട്ടില്ല. ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കമ്മൽ പോലും ഇടത്തില്ല. സ്ഥിരം സ്വർണ്ണക്കമ്മൽ ഇടുന്ന കാരണം കമ്മലൊന്നും ഇടാതെ പോയി. അപ്പം ഇതിപ്പോൾ ഉത്രാട ദിവസം ആയതുകൊണ്ട് ഒരു ഓണം മൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ റണ്ണറൊക്കെ ഇട്ടു. കുറച്ച് നമ്മുടെ ചെറിയ ഉരുളിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് പൂക്കളൊക്കെ ഇട്ടു. നല്ല രസമല്ലേ ഇത് കാണുമ്പോൾ തന്നെ, നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമല്ലേ. ഇങ്ങനെ വീടൊക്കെ ഒന്ന് പൂക്കളമൊക്കെ ഇട്ട്, പൂക്കളം ഇല്ലെങ്കിലും പൂക്കളിട്ട് ഡെക്കറേറ്റഡ് ആയിട്ടിരിക്കുമ്പം ഇപ്രാവശ്യം പൂക്കൾ ഇടാനായിട്ട് എനിക്ക് ഒരു മൂഡ് വന്നില്ല, തോന്നിയില്ല ഇടാനായിട്ട്. അപ്പം ഞാനും മുരളിയേട്ടനും കൂടെ ഇറങ്ങി വാഴയില തലേന്ന് മുരളിയേട്ടൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് എടുത്തിരുന്നു. ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് വാഴയില കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണസദ്യയാണ്, ആദ്യത്തെ ഓണസദ്യ. സാധാരണ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ ഉത്രാടത്തിന് അമ്പലത്തിലാണ്, തൃക്കാക്കര അമ്പലത്തിൽ ഞാൻ ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, അവിടെയാണ് സാധാരണ എപ്പോഴും ഉത്രാട സദ്യ കഴിക്കാറ്, അമ്പലത്തിൽ നിന്നാണ്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് അമ്പലത്തിൽ നിന്നല്ലാതെ അമ്മ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അമ്പലത്തിൽ തൊഴുതു, ഉത്രാട സദ്യ കഴിക്കാൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. എന്നാലും അപ്പോൾ സദ്യയൊക്കെ അമ്മ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് കേട്ടോ. അമ്മയുടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നൊരു മിനി ചേച്ചിയുണ്ട്. മിനി ചേച്ചി കട്ട് ചെയ്ത് കൊടുത്തു. 2-3 കറികളൊക്കെ മിനി ചേച്ചി ഉണ്ടാക്കി, ബാക്കി കറിയൊക്കെ അമ്മ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റി സദ്യ ആയിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും നന്നായിട്ട് സദ്യ ഉണ്ടാക്കും ഞാൻ ഇപ്പോഴും അറിയാം. എൻ്റെ ചെറുതിൽ ഞാനൊരു സദ്യ പോലും കഴിച്ചിട്ടില്ല. ചെറുതിലെ അമ്മ ഒക്കെ എന്താണോ, അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാനായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ വിഷു ഓണം അങ്ങനെയൊന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ലാത്തതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചെറുതിലെ അങ്ങനെ ഒരു സെലിബ്രേഷനൊന്നും എൻ്റെ മൈൻഡിലില്ല. സാധാരണ എല്ലാവരും പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ പറയും. എനിക്ക് അങ്ങനെ ഒരു സദ്യ കഴിക്കില്ല, അമ്മ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോഴാണ് ഇതൊക്കെ അമ്മ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ എന്താ പണ്ടൊന്നും കുക്ക് ചെയ്യാൻ, ഞാൻ ഇപ്പം കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, നിൻ്റെ കണ്ട് ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയെന്ന് അമ്മ പറയും. അങ്ങനെ എന്താണെങ്കിലും പോട്ടെ, നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആവും, അതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അതനുസരിച്ച് ഹാപ്പി ആവും, അങ്ങനെയാണ് വേണ്ടിയത്. അപ്പം ഇത് നെക്സ്റ്റ് ഡേ തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ ഒരു സെറ്റ് രീതി വേണ്ടാന്ന് വെച്ചു കേട്ടോ. ഇത് ഞാൻ പുതിയ സാരി, തിരുവോണത്തിൻ്റെ അന്ന് എനിക്കൊരു പുതിയ ഡ്രസ്സ് ഇടണമെന്ന് തോന്നി. പക്ഷെ ഞാൻ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒന്നും എടുത്തില്ല. കാരണം എപ്പോഴും സെറ്റ് മുണ്ട് സെറ്റ് സാരി എടുക്കുമ്പോൾ എനിക്ക് അമ്പലത്തിലല്ലാതെ അത് വേറെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സാരി, ഇത് മദ്രാസ് സാരി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പം ഈ ഡ്രസ്സുകളൊക്കെ അച്ഛൻ, അമ്മ, ചേച്ചി, രാജേട്ടനൊക്കെ ഉള്ള ഗിഫ്റ്റാണ്. മീനാക്ഷിക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു വിട്ടു. ചേച്ചി ഇടയ്ക്ക് ബാംഗ്ലൂരിൽ പോയപ്പം കഴിഞ്ഞ ആഴ്ച കൊടുത്തു വിട്ടു. മീനാക്ഷി, വാവയ്ക്കും ഗോപിനും ഒക്കെ ഉള്ളത്. ഇത് ബാക്കി എല്ലാവർക്കും ഉള്ളത്. എൻ്റെ അമ്മയുടെ നേരത്തെ കൊടുത്തായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഓണത്തിന് ഇടണമെന്ന് വിചാരിച്ച് കൊടുത്തതാണ്. പക്ഷെ അമ്മ പറഞ്ഞു, അമ്മ ഓണത്തിന് അത് ഇടുന്നില്ല എന്ന്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കൊടുത്തല്ലോ. അമ്മയ്ക്ക് ഇടണം എന്ന് വിചാരിച്ച്, ബ്ലൗസ് തയ്പ്പിക്കണമെന്ന് വിചാരിച്ച് കൊടുത്തതാണ്. ബാക്കി എല്ലാവർക്കും ഇതാണ്. ഞങ്ങൾ കൊടുത്തിട്ടാണ് അച്ഛൻ ഈ ഷർട്ട് തന്നെ ഇട്ടു കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. എന്നെ കണ്ടിട്ട് എനിക്കൊരു തമിഴ് ചായ തോന്നും. മൊത്തത്തിലൊരു തമിഴ് ചായയല്ല, ഈ അരളിപ്പൂവൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊരു തമിഴ് ഗെറ്റപ്പിലാണ് എന്നെ തന്നെ, എനിക്ക് തന്നെ തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയണം കേട്ടോ. ഒരു ഓണത്തിന് മലയാളി മങ്കയാണ് ആവേണ്ടത്, പക്ഷെ ഞാൻ തമിഴ് മങ്കയായി. കുഴപ്പമില്ല, ഇന്നലെ മലയാളി മങ്കയായിരുന്നു, ഇന്ന് തമിഴ് മങ്കയായി. അങ്ങനെ ഞങ്ങൾ മുരളിയേട്ടൻ്റെ വീട്ടിലെത്തി. മുരളിയേട്ടൻ്റെ അമ്മയ്ക്ക് കുറച്ച് വീണിട്ട് ഒരു ബാക്ക് സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ കുറച്ച് ഇങ്ങനെ കിടക്കൊക്കെ ആയിരുന്നു. അപ്പം ഇന്നിപ്പം അമ്മ തൽക്കാലം ഇവിടുത്തെ ഒരു സോഫയിലൊക്കെ വന്ന് ഇരിപ്പുണ്ട്. അപ്പം മിക്ക ദിവസവും ഞാൻ മുരളിയേട്ടൻ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കാരണം ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് നാളൊക്കെ ആയിട്ട്. അതൊന്നും പിന്നെ നമ്മൾ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അതൊന്നും അങ്ങനെ പറയാഞ്ഞത്.
അങ്ങനെ ഇന്നിപ്പം തൽക്കാലം അമ്മ ഇവിടെ വന്ന് ഊണൊക്കെ കഴിച്ചു. ഡൈനിങ് ടേബിളിൽ ഇരുന്നില്ല, അമ്മയുടെ സോഫയിലൊക്കെ ഇരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ലൊരു തിരുവോണ ദിവസം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് ഒരു സന്തോഷമാണല്ലോ. അപ്പം എനിക്ക് പറ്റുന്ന മോട്ടിവേഷനൊക്കെ ഞാൻ അവിടെ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എഴുന്നേൽക്കാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.